Welcome back to CBSE Tricks. Hi friends, today we are going to learn the transportations. Last classes we are continuing the life process. The next portion is transportations. Yes, all living organisms are ensured forward for their compound, necessary compounds for what are that? Air, water, pinandana, and food for their survival. അപ്പോൾ എന്താണ് അവരൊക്കെ സർവൈവലിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു വേണ്ടത്? വാട്ടർ വേണം. വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? വാട്ടർ ആണ്, എയർ ആണ്, പിന്നെ എന്താണ്? ഫുഡും. ഇത് മൂന്നും എന്ത് വേണം? അവർക്ക് വേണം സർവൈവ് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഓൺ ദ ബേസിക് റെഗുലർ, ഓക്കെ, ഓൺ ദ റെഗുലർ ബേസിസ് വാട്ട് ഹാപ്പൻ? ദ അനിമൽസ് എൻഷുർ ദ എലമെന്റ്സ്. വാട്ട് ആർ ദ എലമെന്റ്സ്? എൻഷുറിംഗ് ദ എലമെന്റ്സ് ഫസ്റ്റ് വൺ. എന്താണ് വെരി ഇമ്പോർട്ടൻറ്റ്? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ബ്രീത്ത് എയർ കൊണ്ട് എന്ത് ബ്രീത്ത് ചെയ്യുന്നു? ഡ്രിങ്കിങ്, വെള്ളം കുടിക്കുന്നു. ഈറ്റിംഗ്, ഫുഡ് ഈറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ പ്രോസസ്സിൽ എന്താണ്? റെഗുലർ ബേസിസ് എൻഷുറിംഗ് ഫോർ ദ എലമെന്റ്സ് ഓഫ് ദ ഹ്യൂമൻ ഓർ അനിമൽസ്. ഓക്കെ, പിന്നെന്താണ്? ദ റിക്വയർഡ് എലമെന്റ്സ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻസ്. ഓക്കെ, ദ റിക്വയർഡ് എലമെന്റ്സ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻസ് ഓൺ ദെയർ ബോഡി ടു ദ സെൽസ് ആൻഡ് ടിഷ്യൂ. അപ്പൊ ബോഡി സെൽസിൽ നിന്ന് ടിഷ്യൂലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ആരാണ്? ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഓക്കെ, ദ പ്ലാന്റ്സ് എന്താണ്? ഇൻ പ്ലാന്റ്സ്. ഓക്കെ, കൺസിഡർ ഇൻ പ്ലാന്റ്സ് വാട്ട് ഹാപ്പൻസ്? വെസിക്കുലാർ ടിഷ്യൂ, അതായത് വെസിക്കുലാർ ടിഷ്യൂ ആണ് റെസ്പോൺസിബിൾ എന്തിനു വേണ്ടിയിട്ട്? ട്രാൻസ്പോർട്ടേഷന്റെ സിസ്റ്റത്തിന് റെസ്പോൺസിബിൾ ആരാണ്? വെസിക്കുലാർ സിസ്റ്റം. Okay, now once more, what is in plants in happen? In plants, the tissue, what vesicular tissues are responsible for what? The transportation system. Okay, now we can move to the transportation in. Yes, now we are discussing about transportation in humans. Yes, transportation in humans is done by what? Circulatory system. അതാണ് ചെയ്യുന്നത്, circulatory system ആണ് അത് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ഇത് കൺസിസ്റ്റ്, അതായത് ഈ circulatory system which consists of what? blood vessels and supply of oxygen. അപ്പോൾ എന്തൊക്കെയായിരുന്നു? circulatory system which is consist of blood vessels and the supply of oxygen and one vessel. Then the supply of oxygen, what happens? ഇവിടെ എന്തൊക്കെയാണ് circulatory system? once more, heart, blood vessels and heart. Okay, the supply of what? It is the regular supply of oxygen. What are the oxygen? Nutrients, removal of carbon dioxide and excretory products. And it is main function is it is fight against what? The fight against the infections. Okay, now we can go to the transportation in detail. First of all, we have to discuss in transportation heart. The heart, the main muscular organ, is located near to the chest. Okay, it is located where? Near to the chest and chestinode near to pin, and it is located near to the chest and to the our thoracic region. Thoracic regions. Okay, now you understand. I think the muscular organ is located near to the chest and to the thoracic region. And the heart, the heart is the main pumping system in the body. Okay, main blood pumping system in the body. അതായത് ഈ ഹേർട്ട് എന്ന് പറയുന്നത് മസ്കുലാർ ഓർഗൻ വിച്ച് ഈസ് ലൊക്കേറ്റഡ് എവിടെ? എങ്ങോട്ടാണ് ലൊക്കേറ്റഡ്? ചെസ്റ്റിനോട് അടുത്തും, പിന്നെ അത് എങ്ങോട്ടാണ്? എന്താ ലെഫ്റ്റ് തൊറാസിക്, എന്താ ലെഫ്റ്റ് തൊറാസിക് റീജിയന്റെയും അടുത്താണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഹേർട്ട് ലൊക്കേറ്റ് ചെയ്തത്. ഈ ഹേർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെയിൻ ബ്ലഡ് പമ്പിങ് സിസ്റ്റം. ഓക്കെ, അതാണ് മെയിൻ പമ്പിങ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഹാസ് ഡിവൈഡഡ് ഇൻടു 4 ചാമ്പേഴ്സ്. അപ്പം എന്താണ്? 4 ചാമ്പേഴ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഹെൽപ്പ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻസ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻസ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, ഓക്കെ, അപ്പം എന്താണ്? നമ്മൾ പറഞ്ഞു ഹേർട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഹേർട്ട് എങ്ങോട്ടാണ്? എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്? നിയർ ടു ദി ചെസ്റ്റ് and near to the left thoracic region. Okay, and പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു ഹേർട്ട് ആണ് എന്താണ്? പമ്പിങ് സിസ്റ്റം. ഓക്കെ, ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പമ്പിങ് സിസ്റ്റം, ബ്ലഡ് പമ്പിങ് സിസ്റ്റം. ഓക്കെ, പിന്നെ അതേമാതിരി എന്തുകൂടെ പറഞ്ഞു? അതിന് 4 ചാമ്പേഴ്സ് ഉണ്ട് പറഞ്ഞു. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിജനേറ്റഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഹേർട്ടാണ്. പിന്നെ 4 ചാമ്പേഴ്സ്. ഫസ്റ്റ് വൺ അപ്പർ ചാമ്പർ, 2 upper chamber, okay, there are 2 upper chambers. Okay, 2 upper chamber എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കണം? ആട്രിയ. ഓക്കെ, ആട്രിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അതിനെന്താ വിളിക്കുന്നത്? Atria എന്ന് വിളിക്കുന്നത്. ഓക്കെ, 2 lower chambers. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം 4 chambers ഉണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? 4 chambers പറഞ്ഞു. ഓക്കെ, 4 chambers പറഞ്ഞു. അതിലെ 2 എന്താണ്? അപ്പർ ചാമ്പർ. അപ്പർ ചാമ്പറിന് എന്തിനാ? Atria എന്ന് വിളിക്കുന്നത്. 2 lower chamber. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? Ventricles. Okay, now we can cover what is heart. The heart is the main pumping system. Okay, it is a main pumping system, blood pumping system, which is located near to the chest node near to and to the left thoracic regions. And they have 4 chambers. First one is 2 chambers in the upper region is known as atria, and 2 lower chamber is known as ventricles. Okay, now we can enter into the diagram. Okay, the diagram which is consist of, it is the heart, just a rough diagram. Okay, I'm not big artist. Okay, it's a rough diagram of what heart. Okay, here you can see a tube-like structure. It is known as superior vena cava. What is superior vena cava? Next one is pulmonary vein. Okay, this is pulmonary vein, atrial wall, and next one is what is this? What? Left ventricle, left atria, and right ventricle, left atrial. Okay, okay, these are the just diagram. This pulmonary wall. Okay, here is a pulmonary wall. Inferior vena cava. Okay, here is inferior renal vena cava. Okay, this is a rough diagram of what is heart. Now we can enter into the circulations. Now we are going to discuss about the transportations, circulations of heart. Okay, ഇവിടെ നമ്മളൊരു ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഡയഗ്രാമിന്റെ ഡീറ്റെയിൽ, ഈ ഡയഗ്രാമിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നൗ വി ആർ ഡിസ്കസിങ് വാട്ട് സർക്കുലേഷൻസ്. ഓക്കെ, അപ്പൊ സർക്കുലേഷൻസ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് വെയിൻ തുടങ്ങാം. വെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം അത് എങ്ങോട്ട് പോകുന്നുണ്ട്? റൈറ്റ് ആട്രിയത്തിലേക്ക് പോകുന്നത്. റൈറ്റ് ആട്രിയസിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകുന്നുണ്ട്? റൈറ്റ് വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? പൾമിനറി ആർട്ടറീസിലേക്ക് പോകുന്നു. ഈ പൾമനറി ആർട്ടറിയിലേക്ക് എത്തിയതിനു ശേഷം അവിടുന്ന് എങ്ങോട്ടാ പോകുന്നത്? ലങ്സിലേക്കാണ്. നമുക്കറിയാം ലങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ ഡിയോക്സിജനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് ലങ്സിലേക്ക് പോകുന്നു. ലങ്സിൽ എത്തിയിട്ട് അത് എങ്ങോട്ട് പോകുന്നു? പൾമനറി വെയിനിലേക്ക്, അതായത് പൾമനറി വെയിനിലേക്ക് പോകുന്നു. പൾമനറി വെയിനിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് ആട്രിയം. ഓക്കെ, ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾസ്, പിന്നെ ആർട്ടറീസ്. ആർട്ടറീസ് ആണ് ഇവിടെ എത്തി. ആർട്ടറീസിൽ എത്തി എന്ത് സംഭവിച്ചു? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എങ്ങോട്ട് കൊടുക്കുന്നു? നമ്മൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് കൊടുക്കുന്നു. ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എടുത്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഈ റൈറ്റ് ആർട്ടറീസ് എന്ത് ചെയ്തു? ആർട്ടറീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് നമുക്ക് തന്നു. ഓക്കെ, ദിസ് ഇസ് ദ പ്രോസസ്. നൗ ക്യാൻ ലേൺ വാട്ട് ഈസ് circulations in heart. Okay, the vein which collect, okay, the vein which collect the deoxygenated blood from what? From the different part of the body. Okay, it collect from different part of the body, and the blood is reached to the right atrium. The right atrium, from the right atrium it moves to the right ventricles, and after the reaching to the right ventricle, it moves to the pulmonary artery. Okay, it moves to the pulmonary artery. From there it moves to the lungs. Okay, now the where it is reached, it reached in the lungs. Okay, it reached in the lungs. Now it is moving to the, okay, now it is moving to the pulmonary vein. Okay, pulmonary vein. From the pulmonary vein it moving to the left atrium. Okay, it is moving to the left atrium. After the left atrium it is moving to the left ventricles. Okay, after the left atrium it is moved to the left ventricles, and at last it reaches to the arteries. In arteries there is a differentiation of oxygenated and oxygenated is done. Okay, now we are getting the oxygenated blood which is supplied to the throughout the different body parts. Okay, it is the systems. Okay, now we can after the heart we have to discuss what? Blood vessels. Blood vessels which carry blood throughout the body. Okay, it is known as what? The blood vessels. It have 3 parts, main parts. What are they? Arteries, veins, and what? The third one is blood capillaries. The blood arteries means which carry what? Deoxygenated. Pulmonary artery which carry deoxygenated blood, and pulmonary vein which carry what? Oxygenated blood. Now we can study about what?
the difference between what arteries and vein. Okay, the arteries is the blood is pumped away from the heart. Okay, artery എന്ത് ചെയ്യുന്നുണ്ട് away, അതായത് ഹേർട്ടിൽ നിന്ന് വിട്ടിട്ട് ബ്ലഡിന് പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി വെയിൻ എന്ത് ചെയ്യുന്നുണ്ട് ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഞാൻ അതിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ ഈ ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടറീസ് എന്താണ് തിക്കറാണ്. എന്താ വെയിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ആർട്ടറി തിക്കറാണ്, വെയിൻ എന്താണ് തിന്നറാണ്. പിന്നെ പൾമനറി നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൾമനറി ആർട്ടറി എന്ത് ചെയ്യുന്നുണ്ട് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ വെയിൻ എന്ത് ചെയ്യുന്നുണ്ട് പൾമനറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡും ആണ് ഇതാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത് ഇതിന്റെ വാൾസ് എന്താണ് റിജിഡ് വാൾസ് ആണ്. ഓക്കെ, ആർട്ടറിന്റെ പറഞ്ഞത് റിജിഡ് വാൾസ് ആണ്. പിന്നെ എന്തായിരിക്കും അതിന്റെ ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞാല് അണ്ടർ പ്രഷറിലേക്കും ബ്ലഡ് ഫ്ലോ നടക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞാല് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് സപ്ലൈ പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ വാൾസ് ഒക്കെ എന്താണ് തിന്നറാണ്, മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ തിന്നറാണ്. പിന്നെ എന്തായിരിക്കും പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും. പിന്നെ ലൂമൻ ഓഫ് ദി പൾമനറി ആർട്ടറീസ് എന്താണ് തിന്നാണ്, മറ്റേത് എന്താണ് തിക്കുമാണ്. ഇതാണ് എന്ത് above the pulmonary arteries and pulmonary veins. Okay, now we can discuss about another topic. Yes, now we can discuss about the BP. Yes, BP അതാണ് നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന കാര്യം അല്ലേ. BP എന്ന് പറയുന്നത് നമ്മളെ വലിയവർക്കും വലിയപ്പാർക്കും വലിയമാർക്കും അങ്ങനെയൊക്കെ കുറെ അമ്മമാർക്കും ചിലവർക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കേൾക്കും അത് എന്താണ് അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ എന്താ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമുക്ക് നോക്കാം. അതായത് the pressure is exerted by the blood when the blood is flow through the blood vessels is known as what BP. അതായത് ബ്ലഡ് പ്രഷർ. BP എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ. ഓക്കെ, the pressure exerted by the blood. Okay, the pressure is exerted by the blood by the flow. Okay, by the flow through aയിലൂടെ ത്രൂ ദ ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത്, അവിടെ നടക്കുന്ന എന്താ പ്രഷറിന്റെ വേരിയേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബ്ലഡ് പ്രഷർ, അതായത് BP എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 2 വേരിയൻസ് ഓഫ് ബ്ലഡ് പ്രഷർ. ഏതൊക്കെയായിരിക്കും സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക്. Systolic and diastolic. Okay, there are 2 types of pressure, systolic pressure and diastolic pressure. അപ്പോൾ സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സിസ്റ്റോളിക്കിന് മുന്നേ ഡയസ്റ്റോളിക് എന്താണ് പറയാം. ഓക്കെ, ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ the pressure exerted on the wall of arteries. Okay, when the heart is filled. എന്താണ് heart filled ആവുന്ന സമയത്ത്, heart filled ആയിരിക്കും. Okay. Then the pressure is exerted on the wall is about the minimum is range about എത്ര ആയിരിക്കണം range എത്ര ആയിരിക്കണം. Okay, 60 to 80 mm Hg ആയിരിക്കണം നോർമൽ, 60 to 80 mm Hg. അതായത് ഇപ്പൊ നമുക്ക് ഇതെങ്ങനെ നമുക്ക് നോക്കാന്ന് വെച്ചാൽ നമ്മളൊരു BP മെഷീൻ എടുക്കാം. ഓക്കെ, BP മെഷീൻ എടുത്തിട്ട് നമ്മൾക്ക് അവിടെ 2 തരം സൗണ്ട് കേൾക്കാം. ഓക്കെ, BP മെഷീനിൽ ഒരാളെ ഹാൻഡിൽ ടൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കേൾക്കുന്ന സൗണ്ടാണ് എന്ത് സിസ്റ്റോളിക്കും, ലാസ്റ്റ് കേൾക്കുന്ന സൗണ്ടാണ് എന്ത് ഡയസ്റ്റോളിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിവിടെ പറയുന്നത് പ്രഷർ എക്സർട്ടഡ് ഓൺ ദ വാൾ ഓഫ് ആർട്ടറി, the heart is filled with the blood. Okay, the heart is filled with the blood is known as diastolic pressure. Okay, that continue with the maximum. Okay, that continue with the maximum pressure is known as what the BP. Okay, അപ്പൊ BP not diastolic pressure. ഓക്കെ, ഇനി അതേ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് സിസ്റ്റോളിക് എന്ന് പറയുന്നത്. സിസ്റ്റോളിക് എന്താണ് സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ the pressure is exerted on the wall of artery when the heart is pumping. heart എന്ത് ചെയ്യുന്ന സമയത്ത് പമ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിന്റെ നോർമൽ റേഞ്ച് എത്രയായിരിക്കും 90 to 120 mm Hg. ഓക്കെ, ഇതായിരിക്കും എന്ത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കിന്റെ ഡിഫറൻസ്. എത്രയായിരുന്നു ഈ യൂണിറ്റ് മാർക്ക് ചെയ്തത് എന്താണ് പ്രഷറിന്റെ യൂണിറ്റ് mmHg. ഓക്കെ, ഇതാണ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും പഠിച്ചു. സിസ്റ്റോളിക് പറഞ്ഞാൽ ഹേർട്ട് ഉണ്ടല്ലോ, ഈ ഹേർട്ട് സിസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ ഹേർട്ട് പമ്പ് ചെയ്യുന്നതിന് സമയത്ത് യൂണിറ്റിന്റെ കൗണ്ടുകൾ ഡിറ്റർമൈൻ ചെയ്യാം. അതായത് പ്രഷർ എക്സേർട്ടഡ്. ഓക്കെ, പ്രഷർ നമ്മുടെ വാൾസിൽ പമ്പ് ചെയ്യുന്ന സമയത്ത് എത്ര പ്രഷർ ഇതാക്കുന്നുണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് എന്ത് സിസ്റ്റോളിക്കും. പിന്നെ ഫില്ല് ചെയ്ത സമയത്ത് എത്ര BP പ്രഷർ ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് അത് ഡയസ്റ്റോളിക്കും. ഓക്കെ, അപ്പൊ ഞാൻ വരുമ്പോൾ ഇതിന്റെ ഇത് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിന്റെ നോർമൽ റേഞ്ച് എത്ര 120/80 mm Hg. ഇതാണ് ഒരു നോർമൽ അഡൾട്ട് പേഴ്സന്റെ എന്ത് BP range. Okay, now we can move to the next one.
Okay, now we can discuss about the bleeding. Okay, bleeding എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The bleeding is occur. Okay, bleeding when occur എങ്ങനെയാണ്? It is occur by the ruptures in the blood vessels. Okay, bleeding എങ്ങനെ occur എന്നത് ruptures, അതായത് മുറിവ് എവിടെ ബ്ലഡ് വെസൽസിൽ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ബ്ലീഡിങ് ഉണ്ടായാൽ ആ ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർ പ്രിവെന്റിങ്, ഓക്കെ, ടു പ്രിവെന്റ് ദ എക്സസ് ലോസ് ഓഫ് ബ്ലഡ്. ഓക്കെ, ബൈ ഫോമിങ് എന്ത് ഫോം ചെയ്തിട്ട്? ക്ലോട്ട് ഫോം ചെയ്തിട്ട് ഓവർ ദ ഇഞ്ചുറി. അതായത് ഈ റപ്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ റപ്ചേഴ്സ് ഉണ്ടായാൽ അവിടെ എന്തുണ്ടാവും? ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെ എന്തുണ്ടാവും? ബ്ലീഡിങ് ഉണ്ടാവും. അതിനെ പ്രിവെന്റ് ആ ബ്ലഡ് അപ്പൊ അവിടെ എന്തുണ്ടാവും? എക്സസ് ബ്ലഡ് ഫ്ലോന്റെ ലോസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അവിടെ എന്തുണ്ടാവും? പ്ലേറ്റ്ലെറ്റ് ഫോം ചെയ്യും. ആ പ്ലേറ്റ്ലെറ്റ് എന്താ ചെയ്യുന്നത്? ഒരു ക്ലോട്ട് ഫോം ചെയ്യും. ഇപ്പൊ നമുക്കറിയാം നമ്മളിവിടെ കയ്യിൽ മുറിവൊക്കെ ഉണ്ടായാൽ ബ്ലഡ് ഇങ്ങനെ പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും. അവിടെ എന്തൊരു ക്ലോട്ട് പോലെ ഇത് കാണാം. അത് എന്താ ഉണ്ടാക്കുന്നത്? പ്ലേറ്റ്ലെറ്റ് ആണ് ഫോം ചെയ്യുന്നത്. വിച്ച് ഫോം ടു സ്റ്റോപ്പിംഗ് ദ എക്സസ് ലോസ് ഓഫ് ബ്ലഡ്. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് വാട്ട്? ബ്ലഡ് clotting. Blood clotting എന്ന് പറഞ്ഞാൽ it is exerted the clot or in order to when there is prevent excess loss of blood in the from the body. Okay, അതിനെയാണ് എന്താ വിളിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ഇറ്റ് ഈസ് എ ജെൽ. ഓക്കെ, ഇറ്റ് ഈസ് എ ജെൽ ലൈക്ക് എന്താണ്? ഇറ്റ് ഈസ് എ ജെൽ ലൈക്ക് mass which is formed in the platelet and എന്താണ് platelet, and what happened? It has എന്തുണ്ട്? ഫൈബർ ലൈക്ക് പ്രോട്ടീൻ. എന്തുണ്ട്? ഫൈബർ ലൈക്ക് പ്രോട്ടീൻസ് ഉണ്ട് ഇൻ ദ ബ്ലഡ്. ആ ബ്ലഡിൽ എന്തുണ്ടാവും? ഫൈബർ ലൈക്ക് പ്രോട്ടീൻസ് പ്രസന്റ് ആയിരിക്കും. ആ ബ്ലഡ് ക്ലോട്ട്, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ എന്തുണ്ടാവും? ഒരു ഫൈബർ ലൈക്ക് പ്രോട്ടീൻ പ്രസന്റ് ആയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഫോർമേഷൻസ് ഇൻ ദ blood clotting എന്ന് പറയുന്നത്. Okay, now we can move. Yes, now we are discussing about what? Double circulations. Double circulations പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്? ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ഹ്യൂമൻസ്, അതായത് ഹ്യൂമൻ ബോഡിയിൽ വെൻ ദ ഹ്യൂമൻ ബോഡി ദ ബ്ലഡ്, ഓക്കെ, ദ ബ്ലഡ് സർക്കുലേറ്റ് ത്രൂ ഔട്ട് എന്തിലൂടെ? ഹേർട്ടിലൂടെ 2 തവണ സർക്കുലേറ്റ് ചെയ്യാണത്. ഓക്കെ, എന്താ പറയുന്നത്? വെൻ ദ ഇൻ ദ ഹ്യൂമൻ ബോഡി ഇൻ ദ ഹ്യൂമൻ ബോഡി ദ ബ്ലഡ് സർക്കുലേറ്റ് ട്വൈസ് ഇൻ ദ ഹേർട്ട്. ഓക്കെ, 2 വട്ടം ഹേർട്ടിലൂടെ സർക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺസ് ഇറ്റ് ഗോസ് ത്രൂ, ഇതിലൂടെ ഗോസ് ത്രൂ ദ ഹേർട്ട് ഡ്യൂറിങ് എന്തിന്റെ സമയത്ത്? പൾമനറി സർക്കുലേഷൻ. പൾമനറി സർക്കുലേഷൻ സമയത്ത് ഒരു തവണ പൾമനറി സർക്കുലേഷൻസിന്റെ ടൈമിൽ പാസ് ചെയ്യാന്നുണ്ടെങ്കിൽ, പിന്നെ അതേമാതിരി സെക്കൻഡ് ടൈം ഇറ്റ് ഈസ് ഡ്യൂറിങ് ടു ദ സിസ്റ്റോളിക് സർക്കുലേഷൻ. മറ്റേ പൾമനറി സർക്കുലേഷൻ, ദിസ് ഇസ് സിസ്റ്റോളിക് സർക്കുലേഷൻ. അങ്ങനെ 2 തവണ നടക്കുന്ന സർക്കുലേഷൻ ആണ് എന്ത് വിളിക്കുന്നത്? ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ദർ ഇസ് സർക്കുലേഷൻ ഒക്കർ ഇൻ ദ ഹേർട്ട് ഇൻ ദ ട്വൈസ് ആൻഡ് ദർ ഇസ് 2 ഏതൊക്കെയാണ്? പൾമനറി സർക്കുലേഷനും പിന്നെ സിസ്റ്റമിക് സർക്കുലേഷൻസ്. ഓക്കെ, ഇങ്ങനെ 2ഉം കൂടി നടക്കുന്നത്. ഫസ്റ്റ് ഏത് കൂടെ പോകും? പൾമനറി സർക്കുലേഷൻ പോകും. സെക്കൻഡ് വന്ന സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. ഇങ്ങനെ 2ഉം കൂടി നടക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡബിൾ സർക്കുലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് ദ അനദർ ടോപ്പിക്.